ഹലോ അസ്സാം വലൈക്കും. നമുക്കിന്നൊരു അടിപൊളി ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം. അടിപൊളി ഇഞ്ചിക്കറിയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കണം. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താം. നമുക്ക് 100 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്, കഴുകിയൊക്കെ എടുത്തതാണ്. നന്നായിട്ട് മുരിഞ്ഞിങ്ങായിട്ട് നമുക്കിത് കോരിയെടുക്കണം. നന്നായിട്ട് ഇത് കലകലാതല്ല. വെളിച്ചെണ്ണയിൽ കൂട്ടുണ്ട്, ഓയിൽ ചേർത്തിട്ടുണ്ടെന്ന് തോന്നണം. ഇപ്പോൾ പുതിയ വെളിച്ചെണ്ണ വാങ്ങിച്ചതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൊരിച്ച ഇഞ്ചി കോരിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് 10 എരിവില്ലാത്ത പച്ചമുളകാണിത്, എരിവ് കുറഞ്ഞ പച്ചമുളക് നന്നായിട്ട് ഇതുപോലെ തന്നെ മുരിച്ച് കോരിയെടുക്കണം. ഇതിനും ഒരു ശബ്ദം ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10-20 അണ്ടിപ്പരിപ്പ് മൊരിച്ച് കോരിയെടുക്കുന്നുണ്ട്. അതും ഈ സമയത്ത് കോരിയെടുക്കാം. ഇതുപോലെ മൊരിയുന്ന സമയത്ത് ഇനി 10-20 ഉണക്കമുന്തിരി പൊരിച്ച് കോരിയെടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറിയാണ്. 2 തുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 10 ഈത്തപ്പഴം കുരുകളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1.5 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്, ഒന്നുമില്ല വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഞാൻ ഒഴിച്ച് ഇതിലിട്ട് കാണിക്കാൻ മറന്നുപോയി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ഉപ്പും ശർക്കര നീരും കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് കോരി വെച്ച അണ്ടിപ്പരിപ്പും പച്ചമുളക്, ഇഞ്ചി, ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പോരെങ്കിൽ നമുക്ക് ശർക്കര നീര് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ അടിപൊളി ഇഞ്ചിക്കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചേർത്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറിയാണ്. ഇതിൽ ഈ വെളിച്ചെണ്ണയിൽ ഓയിൽ ചേർത്തത് കൊണ്ടാണത് ഇങ്ങനെ പത വന്നേക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയായിട്ട് മേടിച്ചത് കടയിൽ നിന്ന്, പക്ഷെ അവർ വെളിച്ചെണ്ണ കൂട്ടുണ്ട്. ശർക്കര നീര് ഒഴിച്ച് കുറച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് മധുരം പാകമായി. അപ്പോൾ നമുക്ക് എത്രയാണ് മധുരവും പുളിയൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ചേർത്തുക. പുളി ഞാൻ ഒരു തുടം പുളി എന്ന് വെച്ചാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിനെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്, പിഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ഇഞ്ചിക്കറി തയ്യാറാക്കി ടൈറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ